സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും പാർട്ടിയെ വിരട്ടാനാകില്ലെന്നുമായിരുന്നു MM മണി പറഞ്ഞത്. നിക്ഷേപകനായ സാബുവിന്റെ മരണത്തിൽ കട്ടപ്പനയിൽ നടത്തിയ വിശദീകരണ യോഗത്തിലായിരുന്നു അധിക്ഷേപ പ്രസംഗം. സംഭവത്തിൽ VR സജിക്കും പാർട്ടിക്കും പങ്കില്ലെന്നും വിശദീകരണം. ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ഒരുത്തരും ശ്രമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വഴിയേ പോയത് തന്നെയാണ്. ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന വിഷയവുമല്ല. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ ശ്രമവും ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ ചുമ്മാ പറഞ്ഞ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതേണ്ടതല്ല. അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോ VR സജിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇവിടെ BJP-ക്കാർ യോഗം വെച്ച്, കോൺഗ്രസ്സുകാർ യോഗം വെച്ച്, UDF-കാർ യോഗം വെച്ച് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരേണ്ട കാര്യമില്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമാരും ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്നെല്ലാമുള്ള കാര്യം, അദ്ദേഹം വല്ല ചികിത്സയും ചെയ്തിരുന്നോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിക്ഷേപ തുക തിരികെ നൽകിയതായി ബാങ്ക് അറിയിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലാണ് പണം നിക്ഷേപിച്ചത്. മടക്കി നൽകാനുള്ള 15 ലക്ഷം രൂപ കട്ടപ്പന അർബൻ ബാങ്കിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. തുക ഉടൻ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. അതേസമയം സാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. സെക്രട്ടറി ഉൾപ്പെടെ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM നേതാവും മുൻ ബാങ്ക് പ്രസിഡന്റുമായ VR സജിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.